ആ അല്ല, ആരാ എഴുതി കൊടുത്തതെന്ന് ഇപ്പോഴും വ്യക്തമല്ലല്ലോ. അത് തെറ്റായ രീതിയിൽ പ്രസിദ്ധീകരിക്കപ്പെട്ടു. കേക്ക് തെറ്റായ രീതിയിൽ പ്രസിദ്ധീകരിക്കപ്പെട്ടു. ആ പ്രസിദ്ധീകരിച്ചതിൻ്റെ ഭാഗമായിട്ട് ആ പത്രം ഖേദം പ്രകടിപ്പിച്ചു. അത്രയേ അതിൽ നമ്മൾ കാണുകയുള്ളൂ. ആര് പത്രം പറയുന്നതാണ് വിശ്വാസം എടുക്കുന്നത്? ഇല്ല, അത് തെറ്റാണ്. അത് ഞങ്ങൾ ആ പത്രമായാലും നിരക്കില്ല, അത് നിങ്ങളായാലും നിരക്കില്ല, ആരായാലും കുഴപ്പമില്ല. അങ്ങനെയുള്ള വിമർശനം തെറ്റാണ്. പി ആറിൻ്റെ പ്രശ്നമില്ല. പി ആറുമായിട്ട് യാതൊരു ബന്ധവുമില്ല. അല്ലല്ല, നമ്മൾ ഒരു ഭാഗം എടുക്കുന്നില്ല. ഞാൻ എടുക്കുന്നത് ഖേദം പ്രകടിപ്പിച്ചു എന്നുള്ളതല്ലേ വസ്തുത. അതായത് വരാൻ പാടില്ലാത്ത ഒരു കാര്യം വന്നിരിക്കുന്നു എന്നതിൽ ഞങ്ങൾക്ക് ഖേദമുണ്ട് എന്നുള്ള കാര്യം പരസ്യമായി പറഞ്ഞിരിക്കുന്നു. അതും ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അതൊരു പൊതു സ്വത്താണ്, നിങ്ങളെല്ലാം കയ്യിലുള്ളതാണ്. അല്ല, പി ആർ ഏജൻസിയായിട്ട് ഞങ്ങൾ യാതൊരു ബന്ധമില്ല. ഇല്ലാതെ ഞങ്ങൾ അംഗീകരിക്കാൻ പറ്റുമോ? ആരെങ്കിലും പറഞ്ഞാൽ പി ആർ എനിക്ക് പി ആർ ഒന്നും. എന്ത് പി ആർ? ഏത് പി ആർ? ഞാനിനി അതിൽ വിശദീകരണം ചെയ്യുന്നില്ല. വെറുതെ ആവശ്യമില്ലാതെ പറഞ്ഞുകൊണ്ടിരിക്കുക. നിങ്ങൾക്ക് മലയാള മനോരമക്ക് ഇതേരി പറഞ്ഞുകൊണ്ട് അടുത്ത പ്രാവശ്യം ഒരു 10 ചോദ്യം കൂടി ചോദിക്കണം. ആ ചോദ്യത്തിൽ ഇപ്പം തന്നെ ഞാൻ മറുപടി പറഞ്ഞോളാം. കൃത്യമായ മറുപടി ഞാൻ പറയുകയാണ്. ഒരു പി ആറും ഇല്ല. അത് കഴിഞ്ഞു. ഇനി വേറെ ചോദ്യം. ആര് അത് വന്നത് തെറ്റാണെന്ന് അവർ തന്നെ പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ അവസാനിച്ചു. ഇത് അത് ഞാൻ പണ്ടേ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു ഉദാഹരണം. കാരമുള്ളിൻ്റെ കൂർപ്പോ ചെമ്പരത്തിപ്പൂവിൻ്റെ ചുമപ്പോ ഏതാണ് നല്ലത് എന്ന് ഗ്രാമർ അടിസ്ഥാനപ്പെടുത്തിയിട്ട് കൃത്യമായ ചോദ്യം. എന്താ ഉത്തരം? എന്താ ഉത്തരം സാർ? വെറുതെ ആവശ്യമില്ലാതെ താരതമ്യം ചെയ്യാം. ഒരുപാട് കാര്യം ചോദിച്ചു. ഏജന്റ് ഉണ്ടായിരുന്നു പിണറായി പറഞ്ഞില്ല. അവിടെ ഒരാൾ പറയും കൂടി ഒരാളുടെ കൂടെ ഉണ്ടായിരുന്നു. അത് ഈ രേഖയുടെ ഒപ്പം വന്നതായിരുന്നു എന്നാണ് ഞാൻ ധരിച്ചതെന്നാണ് പറഞ്ഞത്. പിന്നെന്താ? നിങ്ങൾക്ക് എന്താ വേണ്ടിപ്പോ? അല്ല, എന്താ കാര്യം? നിങ്ങൾക്കെല്ലാം വേറെ യാതൊരു തരത്തിലുള്ള കാര്യം ചോദിക്കാനുമില്ല, പറയാനുമില്ല. എന്നിട്ട് നേരത്തെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ ആന വണ്ണത്തിൽ ഇങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കുക. ഒന്നും പറയണ്ടേ? ഒരു കാര്യമില്ല, പറയണ്ട. ഒരു കാര്യമില്ല. എല്ലാം പറഞ്ഞു കഴിഞ്ഞാണ്. ഇനി ഒന്നും പറയാനില്ല. ഒഴിഞ്ഞൊന്നും മാറുന്നില്ല. ഒഴിഞ്ഞു മാറാം. നിങ്ങളോടാ ഒഴിഞ്ഞു മാറണ്ടേ? ഒഴിഞ്ഞു മാറുന്നു. എന്നിട്ട് നാളെ പറയും ഗോവിന്ദ മാഷ് ക്ഷോഭിച്ചു. ഞാൻ ക്ഷോഭിച്ചിട്ടില്ല കേട്ടാ. വെറുതെ ചോദ്യം ചോദിച്ചോണ്ട് അങ്ങനെ ഉണ്ടാക്കുന്നതാണ്. ഇല്ലാതാണ്. ഗുരുതരമായ പ്രശ്നമാണ്. ആലോചിച്ചോ, അന്വേഷിച്ചോ. അതാ പരിശോധിച്ചോട്ടെ. ഞങ്ങൾക്കത് പരിശോധിക്കേണ്ട കാര്യമില്ല. ആവശ്യമില്ലാത്ത കാര്യത്തിന് മേലെ പിന്നിൽ പോകേണ്ട കാര്യം നമുക്കെന്താ ഉള്ളത്? നിങ്ങൾക്ക് നാളെ പത്രത്തിൽ വരുത്താൻ വേണ്ടി ഒരു വാർത്ത വേണം. ആ വാർത്തയ്ക്ക് വേണ്ടി ഞങ്ങൾ അതിൻ്റെ പിന്നിൽ പോയിട്ട് നടത്തേണ്ട ചില കാര്യമുണ്ട്. ഒരു ആവശ്യമില്ലാന്ന് സുബ്രഹ്മണ്യം. അത് നോക്കിക്കോട്ടെ, എങ്ങനെയെങ്കിലും പരിശോധിച്ച് നോക്കട്ടെ. ഞങ്ങൾക്ക് അതിൻ്റെ എതിർപ്പതില്ല. സുബ്രഹ്മണ്യം നിങ്ങൾ കുറേ ദിവസമായില്ലേ ഈ പറയുന്ന ഭാഗവുമായിട്ട് ബന്ധപ്പെട്ട് ചർച്ച ചെയ്യാൻ തുടങ്ങിയിട്ട് അല്ലേ? ഇനിയിപ്പോൾ അത് പിണറായി ഇന്നലെ പറഞ്ഞതോടുകൂടി അത് പൂർണ്ണമാവേണ്ടിയാണ്. നിങ്ങൾക്ക് ഇനിയും പൂർണ്ണമാകുന്നില്ല. ഞാനിപ്പോൾ പറഞ്ഞിട്ട് ഇത് പൂർണ്ണമാക്കാൻ വേണ്ടി ശ്രമിച്ചാലും നിങ്ങൾക്കത് പൂർണ്ണമാവില്ല. കാരണം ഞാൻ നേരത്തെ പറഞ്ഞ പണിയാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. കമ്മ്യൂണിസ്റ്റ് വിരുദ്ധവും ഗവൺമെൻറ് വിരുദ്ധവുമായ കാര്യങ്ങൾക്ക് വേണ്ടി ഒരു ആശയം ഉൽപ്പാദിപ്പിക്കാനുള്ള പണിയാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഞാൻ അത്ര പറഞ്ഞാലും അത് നിങ്ങൾക്ക് ബോധ്യമാവില്ല. ആ ബോധ്യമാവാതിരിക്കുന്നതിൻ്റെ പ്രധാനപ്പെട്ട കാരണം നിങ്ങളുടെ മുൻവിധിയാണ്. നിങ്ങൾക്ക് കൃത്യമായ മുൻവിധിയുണ്ട്, നിങ്ങൾക്ക് കൃത്യമായിട്ടുള്ള ഉദ്ദേശമുണ്ട്, താല്പര്യമുണ്ട്. അത് വർഗപരം കൂടിയാണ്. പിന്നെ തെറ്റൊന്നുമല്ല. നിങ്ങളെ ശരി, മതി, പോവാം. കണ്ടുപിടിക്കാം. അതിനെ ചരിത്രം തന്നെ കണ്ടുപിടിച്ചോളൂ.
നിങ്ങൾക്ക് നാളെ വാർത്ത എഴുതാൻ വേണ്ടി ഞാനിത് പറയണമെന്നുള്ളതാണ് നിങ്ങളുടെ ഉദ്ദേശം. ഞാനിത് പറയാൻ പോകുന്നില്ല. പറ. ആ ആ ആ അത് 2 മാസം വിസിറ്റ് വിസയിലേക്ക് ദുബായിൽ പോകുന്ന ആൾക്ക് താമസ സൗകര്യം ഒരുക്കി കൊടുക്കുന്നത്. അതിലെ പ്രധാനപ്പെട്ട ഒരാൾ അമാന ഗ്രൂപ്പുമായി ബന്ധപ്പെട്ട ആൾ അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. പ്രകാരം അറസ്റ്റ് ചെയ്തു. ലീഗിന്റെ പ്രധാനപ്പെട്ട നേതാക്കൾ അടുത്ത നേതാവ് കൂടിയാണ് ഇയാൾ. സ്വർണ്ണക്കടത്തുമായി ബന്ധപ്പെട്ട് ഈ ലീഗിന്റെ മുന്നിൽ ബന്ധുവർഗ്ഗങ്ങളുള്ള ദുരൂഹത പുറത്തു വരുന്നുണ്ട്. മാഷിന്റെ ശ്രദ്ധയപ്പെട്ടിട്ടുണ്ട്. അതിന്റെ സംശയം കണ്ടതാണ്. അതായത് എനിക്കതിൽ അനുഭവമൊന്നുമില്ല. ഇമാതിരിയുള്ള നിരവധി ആളുകളുമായിട്ട് ഇവർക്കെല്ലാം നല്ല ബന്ധമുണ്ട്. അതെല്ലാം മൂടി വെച്ചിട്ട് പിണറായിക്കെതിരായിട്ടും മുഖ്യമന്ത്രിക്കെതിരായിട്ടും ഇല്ലാത്ത കാര്യം പെരുപ്പിച്ച് കാണിക്കാൻ വേണ്ടി നിരന്തരമായിട്ട് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു മാത്രമേ ഉള്ളൂ. അവർ ഓരോരുത്തരെ പറ്റി കൃത്യമായിട്ട് അന്വേഷിച്ച് തിരിഞ്ഞു പറഞ്ഞു പോയാൽ നിങ്ങൾക്ക് തന്നെ അതിൻ്റെ എല്ലാം ഉള്ളടക്കം മുഴുവൻ കിട്ടും. ദോഷമാണ്. അതുകൊണ്ട് അവർ പിൻവലിച്ചത് ദോഷമാണ്. അത് പിൻവലിച്ചതോടുകൂടി ആ ദോഷം പോയി, മുള്ളു പോയി. അതാ ഞാൻ പറഞ്ഞത്. അത് മുള്ളു അതോടുകൂടി പോയില്ലേ ആ പ്രഖ്യാപനത്തോടുകൂടി. അങ്ങനെ പറഞ്ഞിട്ടില്ല. അങ്ങനെ വന്നത് ഖേദം പ്രകടിപ്പിക്കുന്നു എന്ന് പറയുന്നതോടുകൂടി കാര്യം ശരിയായി. അക്ഷരാഭ്യാസമുള്ളവരും വായിക്കുന്നവരല്ലേ കേരളീയ ജനങ്ങൾ. അപ്പോൾ അവർക്ക് കിട്ടത് ഇല്ലില്ല, ഞാൻ ചോദിച്ചിട്ടൊന്നുമില്ല. ചോദിക്കണം. അല്ല, നിങ്ങൾ പറഞ്ഞാൽ ചോദിക്കാം. നോക്കാം. പറയാം. അല്ലല്ല, സുബ്രഹ്മണ്യം പാർട്ടി അംഗമൊന്നുമില്ല. അനുഭാവം എന്ന് പറഞ്ഞാൽ ഇത് നമ്മളെ ഒന്നുമില്ല. കൂടിക്കാഴ്ച പിന്നെന്താ, ഞങ്ങളെ സംബന്ധിച്ച് കൃത്യമായ അന്വേഷണം നടത്താൻ തീരുമാനിച്ചിരിക്കല്ലേ. അന്വേഷണം നടത്തട്ടെ. CPI പറയുന്നത് ഞങ്ങൾ ആവർത്തിച്ചുകൊള്ളുന്നുണ്ട്. ഞങ്ങൾക്ക് ഞങ്ങളുടേതായ ബോധ്യമുണ്ട്. ആ ബോധ്യം അടിസ്ഥാനപ്പെടുത്തിയിട്ട് എല്ലാം കാത്തിരിക്കുകയാണ്. അത് അന്വേഷണം വന്നതിന് ശേഷം ശരിയായ നിലപാട് ഗവൺമെൻറ് സ്വീകരിക്കുമെന്നുള്ള ഉറച്ച നിലപാടാണ് CPM-ന്. അല്ല, എന്താ വിഷയം എന്നുള്ളതെല്ലാം പരിശോധിച്ച് വരട്ടെ എന്ന്. നിങ്ങൾ അഡ്വാൻസായിട്ട് വേണ്ടാത്ത കാര്യം പറയേണ്ട കാര്യമില്ലല്ലോ. അന്വേഷണം വേണമെന്ന് തന്നെയാണ് ഞങ്ങളുടെ അഭിപ്രായം. അന്വേഷണം വേണമെന്നുള്ളതുമാണ്. തെറ്റായ എന്തെങ്കിലും നിലപാടുണ്ടെങ്കിൽ അത് ഗൗരവതരമായി കണ്ട് ആവശ്യമായ നിലപാട് സ്വീകരിക്കണം എന്നാണ് CPM-ൻ്റെ അഭിപ്രായം. ജനാധിപത്യ മര്യാദ അനുസരിച്ച് ഹിന്ദു അതിൻ്റെ എല്ലാ മാന്യതയും വെച്ച് നിങ്ങൾക്കൊന്നുമില്ലാതെ കേരളത്തിലെ ഒരു മാധ്യമത്തിനും പ്രത്യേകമായിട്ട് അവകാശപ്പെടാനില്ലാതെ ഈ ഒരു മാന്യത ഞങ്ങൾക്ക് തെശവ് പറ്റിപ്പോയി, ഖേദിക്കുന്നു എന്ന് പറയേണ്ടി വന്നത് ദേശീയ പത്രമായ ദ ഹിന്ദുവിനാണ്. അത്ര അതിൻ്റെ അപ്പുറത്ത് വേറൊന്നും വേണ്ട. ഒരു PR ഏജൻസി ഞങ്ങളെ സംബന്ധിച്ചാണ് അവർ പറഞ്ഞത് തന്നെ ശരി. ഞങ്ങൾ അംഗീകരിക്കുന്നില്ല എന്ന് അവരെല്ലാം പറഞ്ഞു. അത് അംഗീകരിക്കുന്നില്ല.